ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത മുന്നേറ്റമായിരുന്നു 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യ സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ കലാപമായും ആറ്റിങ്ങൽ കലാപത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ആസൂത്രിത കലാപമായിരുന്നു. ആദിത്യവർമ്മയായിരുന്നു അന്ന് വേണാടിന്റെ ഭരണാധികാരി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള അഞ്ചുതെങ്ങ് കോട്ടയുടെ അധിപതിയായ വില്യം ഗിഫോർഡിന്റെ ന്യായമല്ലാത്ത നടപടികൾക്കെതിരെ അവിടുത്തെ നിവാസികളുടെ ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു ഈ കലാപത്തിന്റെ അടിസ്ഥാന കാരണം. കലാപത്തിൽ വെച്ച് ഗിഫോർഡും 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെട്ടു എന്നതാണ് കണക്ക്. അന്നത്തെ കാലത്ത് റാണിയെ കണ്ട് വാർഷിക കപ്പം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പാരിതോഷികങ്ങളും കുടിശ്ശിക കപ്പവുമായി ആറ്റിങ്ങൽ റാണിയെ കാണാൻ 1721 ഏപ്രിൽ 15 പുറപ്പെട്ടതായിരുന്നു ഗിഫോർഡും സംഘവും. റാണിയെ കണ്ട് മടങ്ങി വന്ന ഇവരെ ജാതിമത വ്യത്യാസമില്ലാതെ ആറ്റിങ്ങലിലെ പ്രദേശവാസികൾ ആക്രമിക്കുകയായിരുന്നു. അംഗബലവും ആയുധബലവും കുറവായിരുന്നിട്ടും ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ കേരളത്തിലെ ജനതയെ ഈ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ചെറുതായി പേടിച്ചു. പിന്നീട് ഈ കലാപത്തെ തുടർന്ന് 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കു വേണ്ടി അലക്സാണ്ടർ ഓമുമാണ് ഒപ്പുവെച്ചത്.